ആദരണീയനായ സ്പീക്കറെ, ഒറ്റ കാര്യം കൂടി. ഇന്നലെ ഞങ്ങൾ മനഃപൂർവ്വമായിട്ടാണ് ഈ പരിപാടി വെക്കാതിരുന്നത്. കാരണം ഇന്നലെ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ തള്ളിക്കളയും. ഇന്ന് ഈ ടൗൺ സ്ക്വയർ ഉദ്ഘാടനം ചെയ്തതിൽ ഏറ്റവും വിഷമിക്കുന്ന ഒരാൾ നമ്മുടെ ആരോഗ്യമന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും ഞെട്ടണ്ട. ടൗൺ സ്ക്വയറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബിനു കെ സാമിന്റെ അവതരണം തുടക്കം മുതൽ തന്നെ അരോചകം നിറഞ്ഞതായിരുന്നു എന്നാണ് വിമർശനം. സ്പീക്കർ ഒരു 2-3 മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു. അതിനുശേഷം വീണ ജോർജിനെ അഭിസംബോധന ചെയ്തത്, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ വിഷമമുള്ള ഒരാളാണ് വീണ ജോർജ് എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളുണ്ടായി. അത് സംബന്ധിച്ച് യോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത്തരം ആങ്കറിംഗ് നടത്തുന്നതിനകത്തിലെ ചില പെശകുകൾ LDFന്റെ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി പറയുന്നതാണ്. അവതാരകൻ ബിനു കെ സാം ആരോപണത്തിനപ്പുറത്തേക്ക് പോലീസിൽ ഇതുവരെയും പരാതി നൽകിയിട്ടില്ല. വിവാദം രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന CPIM ഏരിയ സെക്രട്ടറി MV സഞ്ജു. ഇതേതോ കേന്ദ്രത്തിലിരുന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ടൗൺ സ്ക്വയർ ഉൾപ്പെടെ പത്തനംതിട്ട നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളെയും എല്ലാം വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പത്തനംതിട്ട നഗരസഭയിലെ ഇടതുഭരണം വികസന കുതിപ്പ് നടത്തുമ്പോഴാണ് രാഷ്ട്രീയ വിവാദമായി ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.